നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പലതിനെയും പേരിട്ട് വിളിക്കുന്നതും പലതിനെയും തിരിച്ചറിയുന്നതും ഈ പറയുന്ന അടയാളങ്ങളിലൂടെയാണ്. അടയാളങ്ങളില്ലെങ്കിൽ സംസ്കാരത്തിന് പുലരാൻ കഴിയില്ല. അതുകൊണ്ട് അടയാളങ്ങളെക്കുറിച്ചുള്ള ഈ ആലോചന വളരെ വളരെ പ്രധാനമാണ്. വളരെ പുതിയൊരു പ്രമേയം, വളരെ പ്രസക്തമായൊരു പ്രമേയമാണ് ഈ സാഹിത്യോത്സവത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. എത്ര നേരം വേണമെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം അത്രയും സാധ്യതയുള്ളൊരു പ്രമേയമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സാഹിത്യം മുഴുവൻ ഈ പറഞ്ഞ പോലെ അടയാളങ്ങളാണ്. പൂവ് എന്ന വീണപൂവ് കുമാരനാശാന്റെ കവിതയാണ്. എന്താണ് ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്? ജീവിതത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ നൈമിഷികത, അതിൻ്റെ ക്ഷണികത ആണ്. കുറച്ചു നേരെ ജീവിതമുള്ളൂ. ജീവിതം നമുക്ക് ഏറെക്കാലമുള്ളതല്ല അല്ലേ? ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും കാലെടുത്ത് നോക്കിയാൽ അല്ലേ, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമേ അനന്തമായ സമയമുള്ളൂ എന്നാണല്ലോ ബഷീർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമുള്ളൂ. ആ ക്ഷണികതയെ സൂചിപ്പിക്കുന്ന അടയാളമാണ് പൂവ്, വീണപൂവ്. അത് നോക്കിയിട്ട് കുമാരനാശാൻ പറയാണ് ജീവിതമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.